ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാക്കറ്റ് പാല്, ചെറി, റോബസ്റ്റ് പഴം, സ്ട്രോബെറി, ചെറിയ കുപ്പി തേൻ, കുറച്ച് പഞ്ചസാര. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് റോബസ്റ്റ് പഴം ഉരിഞ്ഞ് ജാറിലിട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള സമയത്ത് ഒരു മിൽക്ക് ഷേക്ക് കഴിച്ച് കഴിഞ്ഞാൽ നല്ല നമ്മുടെ ശരീരമൊക്കെ തണുക്കുകയും ചെയ്യും, പിന്നെ ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് സിമ്പിൾ റെസിപ്പിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ, കമൻറ്റുകൾ രേഖപ്പെടുത്തണേ. അപ്പം നമുക്ക് റോബസ്റ്റ് പഴം എല്ലാതും ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റോബസ്റ്റ് പഴം ഇട്ട് കൊടുത്ത് ഏകദേശം സെറ്റായിട്ടുണ്ട്. 4 റോബസ്റ്റ് പഴമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് അടിച്ചാലാണ് കുറച്ചും കൂടി മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. റോബസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് പാലാണ്. 1/2 കപ്പ് പാല് എടുക്കുന്നുണ്ട്. ഇത് തണുപ്പിച്ചിട്ട് കുടിക്കാനാണ് ഏറ്റവും രസം. അപ്പോൾ ഇതൊന്ന് മിൽക്ക് ഷേക്ക് അടിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേൻ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. തേൻ നല്ലതാണ്, ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. തേൻ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ. എന്താല്ലേ ഭംഗി, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ തേൻ കഴിക്കാനൊക്കെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ മെയിൻ സാധനം സ്ട്രോബെറി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. സ്ട്രോബെറി അരിഞ്ഞിട്ടുണ്ട് നമ്മൾ. എല്ലാ സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. 4-5 സ്ട്രോബെറി ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. നമ്മൾ 4-5 ഉണ്ടായിരുന്നുള്ളൂ. നല്ല മധുരമായിട്ടുള്ള സ്ട്രോബെറിയാണ്, ചെറിയ പുളിപ്പും അത്യാവശ്യം നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ് കിട്ടിയത്. ചെറിയ ഓപ്ഷനിലാണ്, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. ചെറിയൊക്കെ നമ്മുടെ കടകളിൽ നിന്നൊക്കെ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മിൽക്ക് ഷേക്കായ കാരണം ഞാൻ ചേർത്തതാണ്. പഞ്ചസാര അത്ര ഹെൽത്തി ഒന്നും അല്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് മാത്രം ഷുഗർ. ചെറി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് മധുരത്തിൻ്റെ അളവിനനുസരിച്ച്, ഇത്ര എന്ന് പറയുന്നില്ല, നമ്മളുടെ മധുരത്തിനനുസരിച്ച്. പലർക്കും പല ടേസ്റ്റാണല്ലോ. ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് മതി. എനിക്ക് മീഡിയമാണ് ഇഷ്ടം. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡിയാണ്. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരിതാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. എൻ്റെ ഈ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.